നമസ്കാരം. സത്യാനന്തരം എന്നത് കാലികമായി അതീവ പ്രസക്തമായത് എന്ന നിലയ്ക്ക് മാത്രമല്ല, ഏറെ അടിയന്തര പ്രാധാന്യമുള്ളത് എന്ന നിലയ്ക്കും അപകടകരമായ ഒരു സമകാലിക സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിഭാസം എന്ന നിലയ്ക്കും ആഴത്തിൽ മനസ്സിലാക്കുകയും വിശകലനം ചെയ്യപ്പെടുകയും വേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സംവാദത്തിന് വെച്ച ശാസ്ത്ര സാഹിത്യവേദിക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദ്യം. സത്യാനന്തരം അഥവാ പോസ്റ്റ് ട്രൂത്ത് എന്ന പ്രയോഗം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒന്നാണ്. ഇന്ന് നാം ജീവിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പരിസരത്തെ സത്യാനന്തരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഉയരാവുന്ന ഒരു ചോദ്യം, നാം അപ്പോൾ ഇതിനു മുൻപ് സത്യയുഗത്തിലായിരുന്നുവോ എന്നതാണ്. തീർച്ചയായും അല്ല എന്നത് തന്നെയാണല്ലോ ആ ചോദ്യത്തിനുള്ള ഉത്തരം. നമുക്കറിയാം, അതായത് ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലാവരും അസത്യം പറഞ്ഞു തുടങ്ങിയ ചരിത്രസന്ധി എന്നതിനെയല്ല സത്യാനന്തരം എന്ന വിശേഷണം അടയാളപ്പെടുത്തുന്നത്. ഉത്തരാധുനികത, പോസ്റ്റ് മോഡേണിസം മുന്നോട്ട് വെച്ച മൾട്ടിപ്ലിസിറ്റി ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ബഹുസ്വരത അല്ലെങ്കിൽ പ്ലൂറാലിറ്റി ഓഫ് ട്രൂത്ത് എന്നതുമല്ല പോസ്റ്റ് ട്രൂത്ത് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് സത്യാനന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് കൃത്യമായും നിർവചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. സത്യത്തോടുള്ള അസത്യത്തോടുമുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ അഥവാ സമീപനത്തിൽ, ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ള ആപേക്ഷികമായ ഗണ്യമായ മാറ്റത്തെ അല്ലെങ്കിൽ പ്രവണതയെ, ട്രെൻഡ് ആണ്, അതിന് ഉപോത്ബലകമായ സാംസ്കാരിക സാമൂഹ്യ അന്തരീക്ഷത്തെ അഥവാ പരിസരത്തെയാണ് സത്യാനന്തരം എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. വസ്തുതകൾക്കും യുക്തിപരമായ സത്യത്തിനും പകരം വ്യക്തിപരമായ വിശ്വാസങ്ങളും വികാരങ്ങളും സമൂഹത്തിന്റെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും മേൽക്കൈ നേടുകയും അവ സത്യങ്ങളായി അവതരിപ്പിക്കുന്നതിനും ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഏറ്റവും അധികം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനുതകുന്ന സാങ്കേതിക വിദ്യകളും മാധ്യമങ്ങളും അതിന്റെ ഏറ്റവും വികസിതമായ രൂപത്തിൽ ലഭ്യമാവുകയും ചെയ്തിരിക്കുന്ന ഒരു കാലത്തെയാണ് പോസ്റ്റ് ട്രൂത്ത് പ്രതിനിധീകരിക്കുന്നത്. അതായത് പോസ്റ്റ് ട്രൂത്ത് ഈസ് ദി കൾച്ചറൽ ഷിഫ്റ്റ് ദാറ്റ് ഇൻക്രീസിംഗ്ലി എംഫസൈസ് the importance and value of emotional truth over logical truth and objective facts. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾക്കുമേൽ വൈയക്തികമായ സത്യം, വൈകാരികമായ സത്യം, വസ്തുനിഷ്ഠമായ സത്യത്തെ അപ്രസക്തമാക്കുന്ന, തിരസ്കൃതമാക്കുന്ന ഒരു സാംസ്കാരിക ക്രമമാണ് സത്യാനന്തരം അഥവാ പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഫാക്ട്. രണ്ട് തരം ട്രൂത്ത് ഉണ്ട്. ഒന്ന് ഇമോഷണൽ ട്രൂത്ത്, മറ്റത് ലോജിക്കൽ ട്രൂത്ത്. യുക്തിപരമായി നമ്മൾ ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന, വിശകലനം ചെയ്ത് നാം തിരിച്ചറിയുന്ന സത്യമാണ് ലോജിക്കൽ ട്രൂത്ത്, യുക്തിപരമായിട്ടുള്ള സത്യം. മറ്റത് നാം വിശ്വസിക്കുന്നു, അതുകൊണ്ട് അത് സത്യമാണ്. നമുക്ക് തോന്നുന്നു, അതുകൊണ്ട് അത് സത്യമാണ്. എനിക്ക് അത് കേൾക്കുമ്പോഴാണ്, അത് സത്യമെന്ന് വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷകരം എന്നതുകൊണ്ട് ഞാൻ അതിനെ സത്യമായിട്ട് വിശ്വസിക്കുന്നു. ഇമോഷണൽ ട്രൂത്ത്, വൈകാരികമായിട്ടുള്ള സത്യം. ഈ വൈകാരികമായിട്ടുള്ള സത്യത്തിന് യുക്തിപരമായിട്ടുള്ള സത്യത്തെക്കാൾ മേൽക്കൈ നേടുന്ന, എല്ലാ മണ്ഡലത്തിലും മേൽക്കൈ കിട്ടുന്ന ഒരു അവസരം, ഒരു സാംസ്കാരിക അന്തരീക്ഷം, പരിസരമാണ് സത്യാനന്തരം എന്നതുകൊണ്ട്, എന്ന പ്രയോഗം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്, അടയാളപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, എന്തുകൊണ്ട് നോട്ട് നിരോധനം കള്ളപ്പണത്തെ ഇല്ലാതാക്കില്ല എന്ന വസ്തുതാപരമായ സാമ്പത്തിക വിദഗ്ധരുടെ വിശകലനത്തെ, കള്ളപ്പണം ഇല്ലാതാക്കാൻ നോട്ട് നിരോധനം കൊണ്ട് സാധിക്കുമോ എന്ന ഒരു വിഷയത്തെ സാമ്പത്തിക വിദഗ്ധർ എന്തുകൊണ്ട് അത് പറ്റില്ല എന്ന് വിശകലനം ചെയ്ത് വസ്തുനിഷ്ഠമായ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ, വസ്തുതകളുടെ സഹായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നതിന് പകരം തീർത്തും
വൈകാരികമായ അത്തരം വസ്തുതാപരമായ വിശകലനത്തെ അവഗണിച്ച് തീർത്തും വൈകാരികമായ എനിക്ക് 50 ദിവസം തരൂ അല്ലെങ്കിൽ ജീവനോടെ ചുട്ടരിക്കൂ എന്ന വൈകാരിക രാഷ്ട്രീയ പ്രകടനത്തിന്, രോദനത്തിന് കീഴ്പ്പെടുകയും 50 ദിവസം കഴിഞ്ഞ് ചുട്ടരിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്ന ഒരു പൊതു സാംസ്കാരിക മനസ്സിനെയാണ്, പൊതു സാമൂഹ്യ മനസ്സിനെയാണ് സത്യാനന്തരം അടയാളപ്പെടുത്തുന്നത്. നമ്മള് ഇന്ന് നമ്മുടെ പല ജീവിത വ്യവഹാരങ്ങളിലും ജീവിത പരിസരങ്ങളും ഈ പോസ്റ്റ് ട്രൂത്തിനെ നാം മുഖാമുഖം കാണുന്നുണ്ട്. ചില സന്ദർഭങ്ങൾ സങ്കല്പികമായതോ യഥാർത്ഥമായതോ ഉള്ള ചില സങ്കല്പങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം. നാം സത്യാനന്തരത്തെ, പോസ്റ്റ് ട്രൂത്തിനെ മുഖാമുഖം കാണുന്ന ചില അവസരങ്ങൾ, ചില സന്ദർഭങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. കണ്ടാൽ അല്പം പ്രായം തോന്നിക്കുന്ന അയാൾ സംഭാഷണത്തിനിടെ നിങ്ങളോട് പറയുന്നു, ഞാൻ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കേൾക്കുന്ന നിങ്ങൾ അല്പം ശങ്കയോടെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഓ, അപ്പോൾ താങ്കൾക്ക് എത്ര പ്രായമായി? അദ്ദേഹം ഒരു ശങ്കയുമില്ലാതെ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ മാസം 62 തികഞ്ഞു. അപ്പോൾ നിങ്ങൾ സുഹൃത്തിനോട് പറയുകയാണ്, പക്ഷേ ഗാന്ധിജി മരിച്ചത് 1948 പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത് എന്ന് നിങ്ങൾ സുഹൃത്തിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുക? കള്ളത്തരം കൈയോട് പിടിച്ച ജാള്യതയിൽ ഒരു ചിരിയുമായി താഴോട്ട് നോക്കുന്ന സുഹൃത്തിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുക. നേരെ മറിച്ച് ഇവിടെ സുഹൃത്ത് പറയുകയാണ്, അത് നിങ്ങളുടെ അഭിപ്രായം, ഇത് എന്റെ അഭിപ്രായം, നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അയാൾ നടന്നു നീങ്ങുന്നു. ആ ഒരു രംഗം സങ്കല്പിച്ചു നോക്കുക. നമ്മള് അന്തം വിട്ട് നിൽക്കുകയാണ്, വാ പൊളിച്ച് നിൽക്കുകയാണ്. എന്താണ് കാരണം? നിങ്ങളുടെ അഭിപ്രായമല്ല പറഞ്ഞത്. ഗാന്ധിജി 1948 മരിച്ചത് എന്ന വസ്തുതയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായമല്ല പറഞ്ഞത്. പക്ഷേ ആ വസ്തുതയോടെ, ആ ഫാക്റ്റിനോട് സുഹൃത്തിന് യാതൊരു താല്പര്യവുമില്ല. അതിനു പകരം അദ്ദേഹം എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് എന്റെ അഭിപ്രായം, നമുക്ക് തർക്കിക്കണ്ട എന്നാണ് പറഞ്ഞത്. വസ്തുതയെ സ്വീകരിക്കുകയല്ല ചെയ്തത്. അതായത് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, എനിക്ക് എന്റെ സ്വന്തം അഭിപ്രായം മാത്രമല്ല, സ്വന്തം വസ്തുതകളും നിർമ്മിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ്, വൺ ഈസ് എൻടൈറ്റിൽഡ് ടു വൺസ് ഓൺ ഒപ്പീനിയൻ എന്നത്. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം വെച്ചു പുലർത്താനുള്ള അവകാശമുണ്ട്. പുതിയ അവസ്ഥ, പുതിയ സന്ദർഭം പറയുന്നത് എന്താണ്? നോട്ട് ഓൺലി ഒപ്പീനിയൻ, വൺ ഈസ് എൻടൈറ്റിൽഡ് ടു ഹിസ് ഓൺ ഫാക്ട്സ്. ഓരോരുത്തരും അവനവന്റെ വസ്തുതകളും നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് അയാൾ നുണ പറയുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്ന സത്യത്തോട്, വസ്തുതയോട്, ഫാക്റ്റിനോട് അയാൾക്ക് തികഞ്ഞ അവജ്ഞയാണ്. അഥവാ അയാൾക്ക് അയാളുടേതായ സത്യത്തിൽ, അയാളുടേതായ വിശ്വാസത്തിൽ അയാൾ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ സത്യാനന്തരത്തെ, പോസ്റ്റ് ട്രൂത്തിനെ മുഖാമുഖം കാണുകയാണ്. വസ്തുത ഒരു തരത്തിലും അയാളുടെ വിശ്വാസത്തെ, തീരുമാനത്തെ, അഭിപ്രായത്തെ സ്വാധീനിക്കുന്നേയില്ല. നേരെ മറിച്ച് അയാളുടെ വിശ്വാസമാണ് അയാളുടെ അഭിപ്രായം രൂപീകരിക്കുന്നത്. ഇപ്പൊ ഗാന്ധിജിയുടെ കാര്യത്തിൽ നമുക്കൊക്കെ 1948 എന്ന് എവിടെയും നോക്കാതെ തന്നെ പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന്റെ കളവായ ആ അഭിപ്രായത്തെ ഗണ്ണിക്കുന്നു വസ്തുതകളുമായി. ഗാന്ധിജിക്ക് പകരം മൗണ്ട് ബാറ്റൻ ആയിരുന്നു എന്ന് ആലോചിക്കുക. അവിടെ മൗണ്ട് ബാറ്റന്റെ ബന്ധപ്പെട്ടുള്ള ഒരു വസ്തുതകളും നിങ്ങളുടെ വിരൽ തുമ്പിലൊന്നുമില്ല. ഗാന്ധിജിയുടെ
ജനന മരണ വർഷം അറിയാവുന്നതുപോലെ. ഇത് സാങ്കല്പികമല്ല. ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളില് നിങ്ങൾ ഒരുപക്ഷെ പലരും വാട്സപ്പിൽ കിട്ടിയ കുറിപ്പുകളിൽ ഒന്നായിരിക്കും ഇത്. എന്തായിരുന്നു സന്ദർഭം, എന്തായിരുന്നു കഥ? മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിന്റെ മകളുമായി ശബരിമല സന്ദർശിച്ചു എന്നതാണ് കഥ. 1875 മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയായ മകളുമായി ശബരിമല സന്ദർശിക്കുന്നു, തന്ത്രി പറഞ്ഞതിന് ചെവി കൊടുക്കാതെ. അവസാനം മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ മകളിന് അസുഖം വരികയും അവർ ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്ത്രിയോട് മാപ്പ് പറയുകയും ചെയ്തു എന്നാണ് കഥ. വാട്സപ്പിലെ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥ. ഈ കഥയിൽ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. 1875 മൗണ്ട് ബാറ്റൻ ശബരിമലയിൽ പോയെന്നും അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒരു എഴുത്ത് അവിടെ ദേവസ്വം ഓഫീസിൽ എഴുതിയത് അടക്കമാണ് വാട്സപ്പിൽ പ്രചരിക്കുന്ന കഥ. പക്ഷെ ആ കഥയിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താ അത്? 1875 ശബരിമലയിൽ പോയ മൗണ്ട് ബാറ്റൻ പ്രഭു ജനിക്കുന്നത് പക്ഷെ 1900-ലാണ്. 1900-ലാണ് മൗണ്ട് ബാറ്റന്റെ ജനനം. പക്ഷേ കഥയില് അദ്ദേഹം ശബരിമലയിൽ പോയത് 1875-ലാണ്. പക്ഷേ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കൈമാറിയ കഥയാണ് ഇത്. ഇതിൽ ഒരാളും മൗണ്ട് ബാറ്റന്റെ ജനനത്തീയതി നോക്കി പോയിട്ടുണ്ടാവാൻ വഴിയില്ല. അവരെല്ലാവരും വിശ്വസിച്ചുകൊണ്ട് തന്നെ അത് പലർക്കായി കൈമാറിയതാണ്. ഇനി ഇവിടെ ആരെങ്കിലും ഒരാള് ഇല്ല 1900 മൗണ്ട് ബാറ്റന്റെ ജനനത്തീയതി എന്ന് നമ്മളെ വസ്തുത നിരത്തിയാല് ഒരു വർഷത്തിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കും. അങ്ങനെയാണ് അത് വീണ്ടും മുന്നോട്ട് പോവും, പലരിലേക്ക് കൈമാറും, പുതിയ കഥകൾ പ്രചാരത്തിലിറങ്ങും പൂർവാധികം ശക്തിയായി. ഇവിടെ ആ ഫാക്ടിന്, വസ്തുതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. നമ്മൾ സത്യാനന്തര കാലത്താണ് എന്ന് നാം വീണ്ടും വീണ്ടും തിരിച്ചറിയുകയാണ്. അടുത്ത ഗുജറാത്തിലെ അഹമ്മദാബാദില് നടന്ന ഒരു റാലിയിൽ ഞാൻ ചില സന്ദർഭങ്ങള് ഇവിടെ ഉദ്ധരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല്, എന്താണ് സത്യാനന്തരത, എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തിലെ വ്യവഹാരങ്ങളിൽ ഇതുമായി മുഖാമുഖം കണ്ടു തുടങ്ങുന്നത് എന്ന് വിശദീകരിക്കാനാണ്. അടുത്ത അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള ഒരു റാലിയിൽ വെച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാന് ആദ്യമായി ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചത് 1987-ലാണ്. അദ്വാനിജി പ്രസംഗിക്കുന്ന ഒരു കളർ ഫോട്ടോ എടുത്ത് ഞാൻ ഇമെയിൽ ചെയ്തയച്ചു. ആ കളർ ഫോട്ടോ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ അച്ചടിച്ചു വന്നത് കണ്ട് അദ്വാനിജി കൂടി ആശ്ചര്യപ്പെട്ടു, എങ്ങനെയാണെന്ന് ചോദിച്ചത്. തീർച്ചയായും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൈയടിച്ചിരിക്കും, തലകുലുക്കി സമ്മതിച്ചിരിക്കും, കാലത്തിന്റെ മുൻപേ നടക്കുന്ന മഹാനായ പ്രതിഭയല്ലേ എന്ന്. ഇവിടെ ആകെ ഉള്ള ഒരു പ്രശ്നം എന്താണ്? ഇതിന്റെ പിന്നിലെ വസ്തുതകളുമായി തേടി പോവുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ക്യാമറ വരുന്നത് തന്നെ 1991-ലാണ് എന്നാണ്. ഇന്റർനെറ്റും ഇമെയിലും ഒക്കെ ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങുന്ന 1995-ലാണ് എന്നതാണ്. അത് മുമ്പ് പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ശാസ്ത്രജ്ഞർക്ക് പോലും ഇമെയിൽ ആക്സസുമായി തുടങ്ങിയിരുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ വസ്തുതകളാണ്. നിങ്ങൾ ആ വസ്തുതയുമായി ആരെയെങ്കിലും സമീപിക്കുകയോ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്ക് അല്ലെങ്കിലും അദ്ദേഹത്തെ വിമർശിക്കൽ മാത്രമാണ് പണി, അതുകൊണ്ട് നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല എന്ന് പറയും. നമ്മൾ വസ്തുതയാണ് പറയുന്നത്.
നമ്മുടെ അഭിപ്രായമല്ല. പക്ഷേ ഇവിടെ നിങ്ങളുടെ വസ്തുതകൾ നിസ്സാരവൽക്കരിക്കപ്പെടുകയും അവരുടെ വിശ്വാസം അവരുടെ സത്യമാവുകയും ചെയ്യുന്നു. സത്യാനന്തരത എന്നത് ഈ സാംസ്കാരിക സാമൂഹ്യ മാറ്റമാണ്. ഡിമോണിറ്റൈസേഷന്റെ, നേരത്തെ പറഞ്ഞ നോട്ട് നിരോധനത്തിന്റെ 4ാം വാർഷികം ഒരാഴ്ച മുമ്പാണ് കഴിഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ച് ഉച്ചത്തിൽ പറഞ്ഞു, ശക്തമായിട്ട് പറയുകയുണ്ടായി, ഡിമോണിറ്റൈസേഷൻ കള്ളപ്പണം മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത്. നമ്മുടെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തു. വസ്തുതകളെ തേടി പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ 2017-18 റിസർവ് ബാങ്ക് തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ട് ഉയർത്തി കാണിക്കും. എന്താണ് ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്? 15.41 ട്രില്യൺ രൂപ മൂല്യമുണ്ടായിരുന്ന നിരോധനത്തിന്റെ തൊട്ട് തലേ ദിവസം 8 നവംബറിന് അന്നത്തെ ദിവസം വരെ 15.41 ട്രില്യൺ രൂപയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നിരോധനത്തിന് ശേഷം തിരിച്ചു വന്നത് 15.31 ട്രില്യൺ രൂപയും തിരിച്ചു വന്നു എന്നതാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട്. അതായത് 99.3% നോട്ടുകളും തിരിച്ചു വന്നു എന്നതാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട്. ഈ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണ്, കള്ളപ്പണത്തെ എവിടെയാണ് കളഞ്ഞത്? ഏത് കള്ളപ്പണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? എല്ലാ നോട്ടുകളും തിരിച്ചു വന്നില്ലേ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരാളും ആ വഴി വരികയിൽ ഉണ്ടാവില്ല. നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണത്തെ മൂടോടെ പിഴുത്തെറിഞ്ഞ മഹാനായ നേതാവിനെ വാഴ്ത്തി അനുയായികളുടെ ജാഥ നിങ്ങളുടെ മുന്നിലൂടെ നിങ്ങളെ അവഗണിച്ചുകൊണ്ട്, നിങ്ങളുടെ റിപ്പോർട്ടിനെ കീറിപ്പറിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എങ്ങനെയാണ് വസ്തുതകൾ അവഗണിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ വീണ്ടും സത്യാനന്തര കാലത്തെ പഴിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കും. അതായത് സംവാദങ്ങളിൽ വസ്തുതകളിൽ നിന്ന് വേറിട്ട, വസ്തുതകളുമായി ബന്ധമില്ലാത്ത, ജനങ്ങളുടെ വികാരത്തെ മാത്രം അഭിസംബോധന ചെയ്യുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് മാറുകയും വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുകളെ, നിഷേധങ്ങളെ, നിരാകരണങ്ങളെ, റെബ്യൂട്ടൽസിനെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ പരിസരം. യുക്തിപരമായി എന്തുകൊണ്ട് നോട്ടു നിരോധനം കള്ളപ്പണത്തെ ഇല്ലായ്മ ചെയ്യില്ല എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം, എന്ന് സംവദിക്കുന്നതിന് പകരം ജീവനോടെ ചുട്ടരിക്കുന്ന വൈകാരികമായ സംവാദങ്ങളിലൂടെ ജനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലേക്ക് സംവാദങ്ങൾ, ഡിസ്കോഴ്സ്, രാഷ്ട്രീയ ഭാഷണങ്ങൾ മാറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, സാംസ്കാരിക സന്ധി. ഇതാണ് സത്യാനന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത്. കർണാടകത്തിലെ തന്നെ നമുക്കൊരു ഉദാഹരണം പലർക്കും ഓർമ്മയുണ്ടാവും. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി വന്ന് പറഞ്ഞത്, കർണാടകത്തിന്റെ വീരപുത്രനായ ജനറൽ തിമ്മയ്യയെ 1948 പാകിസ്ഥാൻ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നെഹ്റുവും പ്രതിരോധ മന്ത്രി കൃഷ്ണമേനോനും കൂടി അപമാനിച്ചു എന്നത് തെരഞ്ഞെടുപ്പ് റാലിയിലാണ് കർണാടകത്തിലെ ഉണ്ടായത്. വസ്തുതകളോട് ആഭിമുഖ്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പോയി ഇതിന്റെ വസ്തുതകളെ തെരഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും 1948 തിമ്മയ്യ സൈനിക മേധാവി ആയിരുന്നില്ലെന്നും കൃഷ്ണമേനോൻ ആയിരുന്നില്ല പ്രതിരോധ മന്ത്രി എന്നും തിരിച്ചറിഞ്ഞ് വസ്തുതകളുമായി തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഇത് ശ്രദ്ധിച്ച കുറെ പേരെങ്കിലും തങ്ങളുടെ സംസ്ഥാനത്തിന്റെ വീരപുത്രനെ അപമാനിച്ച നെഹ്റുവിന്റെ പിന്മുറക്കാരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കും, വോട്ട് ചെയ്തിരിക്കും. ഇതാണ് സത്യാനന്തര കാലം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വളരെ വലിയ ഒരു പ്രശ്ന പരിസരം. ഇത്
ഇന്ത്യയിലെ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ഇതുപോലുള്ള സംഭവങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഫേക്ക് ന്യൂസുകൾ, വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടത് ഗ്രീസിലെ മാസഡോണിയയിലെ വലേറ എന്നൊരു സ്ഥലത്ത് നിന്നാണ്. ഒരു കൂട്ടം 18 വയസ്സ് പോലും തികയാത്ത ഒരു കൂട്ടം ടീനേജേഴ്സ് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു വിടുകയായിരുന്നു അവിടുന്ന്. ബില്യൺസ് ഓഫ് ആൾക്കാരാണ് അത് വായിക്കുകയും ഫോർവേഡ് ചെയ്യപ്പെടുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ. അത് കണ്ടെത്തി ഗൂഗിൾ ആ സൈറ്റ്, ആ ബ്ലോഗ് സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് എത്രയോ പേര് അതിനാൽ സ്വാധീനിക്കപ്പെടുകയും തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും ചെയ്തിരിക്കാം. നമുക്കറിയാവുന്നതാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നും കേംബ്രിഡ്ജ് അനലിറ്റിക്സിന്റെ റോളും ഒക്കെ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ ഇതിന് വളരെ ദൂരവ്യാപമായ പ്രത്യാഘാതങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് അപകടകരമായ ഒരു പ്രതിഭാസം എന്നുള്ള നിലയിലും നാം അതിന് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മാത്രമല്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു KSIBയിലെ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടി ശബരിമലയിൽ ദർശനത്തിന് പോകുന്നു. അപ്പൊ ശബരിമലയിലെ ദർശനത്തിന് ശബരിമലയിൽ കയറിയിട്ട് നിങ്ങളുടെ സുഹൃത്ത് അങ്ങ് പൊന്നമ്പലമേട്ടിൽ കാണുന്ന ദിവ്യജ്യോതിയുടെ നേരെ കൈകൂപ്പി ഉച്ചത്തിൽ ശരണം വിളിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അപ്പൊ KSIBയിലെ ഉദ്യോഗസ്ഥനായ നിങ്ങൾ, വസ്തുതകളോട് താല്പര്യമുള്ള നിങ്ങൾ സുഹൃത്തിനോട് പറയാണ്, ചങ്ങാതി അങ്ങോട്ട് നോക്കണ്ട, പ്രതിഷ്ഠയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക, ശരണം വിളിക്കുക. കാരണം അത് ബൾബാണ്, KSIB കത്തിക്കുന്ന ബൾബാണ് പൊന്നമ്പലമേട്ടില്, അതുകൊണ്ട് പ്രതിഷ്ഠയെ നോക്കി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. നിങ്ങളുടെ സുഹൃത്ത് എന്താണ് പറയുക? അത് നിന്റെ വിശ്വാസം, അത് ദൈവത്തിന്റെ വെളിച്ചമാണെന്നുള്ളത് എന്റെ വിശ്വാസം എന്ന് അദ്ദേഹം ദിവ്യജ്യോതിയെ നോക്കി പ്രാർത്ഥന തുടരും. KSIB അത് തങ്ങളാണ് അവിടെ വൈദ്യുത വിളക്ക് കത്തിക്കുന്നത് എന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് മുഴുവൻ വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ വസ്തുത നിങ്ങളുടെ സുഹൃത്തിന്റെ വിശ്വാസത്തിന് മുൻപിൽ പാടെ അവഗണിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ആ വസ്തുതയുടെ ബലത്തിലല്ല അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. ആ കാണുന്നത് KSIBയുടെ ബൾബാണോ അഥവാ ദൈവിക ജ്യോതിയാണോ എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ്. അതാണ് സത്യമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അതാണ് സത്യം. KSIBക്കാരൻ അയാളെ അവിടെ കൊണ്ടുപോയിട്ട് സ്വിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ കൂടി അയാളെ സംബന്ധിച്ച് ആ കാണുന്നത് ദൈവിക ജ്യോതിയാണ്. അപ്പോ ഇത് എല്ലാ രംഗങ്ങളിലും വസ്തുതകൾക്ക് പകരം ഇമോഷണൽ ലോജിക് അല്ലെങ്കിൽ ഇമോഷണൽ ട്രൂത്ത് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സാംസ്കാരിക പരിസരം, അന്തരീക്ഷം, സാമൂഹ്യ ജീവിതം, ആ ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നും അതിനെയാണ് നാം സത്യാനന്തരം എന്ന് അടയാളപ്പെടുത്തുന്നത്. ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വന്നിട്ടുള്ള സത്യത്തിന്റെ സങ്കല്പത്തെക്കുറിച്ചുള്ള മാറ്റത്തെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. എന്താണ് സത്യം എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് ആധുനികോത്തരത അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസത്തിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഒരു സത്യമാണോ അതോ പല സത്യമാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സത്യത്തെക്കുറിച്ചുള്ള സങ്കല്പം അല്ലെങ്കിൽ നമ്മളുടെ മനോഭാവത്തിലുള്ള ഈ മാറ്റത്തെ അടയാളപ്പെടുത്തുകയാണ് സത്യാനന്തരം എന്നത്. വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന ഈ മാറ്റം മുഖ്യധാരാ മാധ്യമങ്ങളെ, നവമാധ്യമങ്ങളിലെ നമ്മുടെ പെരുമാറ്റങ്ങളെ, സോഷ്യൽ മീഡിയയിലെ ബിഹേവിയറിനെ, അതുപോലെ രാഷ്ട്രീയ സാംസ്കാരികമായ പൊതു സംവാദങ്ങളെ, നമ്മുടെ സാംസ്കാരിക ശീലങ്ങളെ, നമ്മളുടെ ജീവിതത്തെ തന്നെ പ്രതിലോമകരമായി കീഴ്മേൽ മറിക്കാൻ സാധ്യതയുള്ള, ശക്തിയുള്ള ഒരു സാംസ്കാരിക മാറ്റമായി
നമ്മുടെ മുന്നിൽ നമ്മെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് സത്യാനന്തരത്തെ കുറിച്ച് നാം തിരിച്ചറിയേണ്ടത്. ഇത് യുക്തിചിന്ത വെടിഞ്ഞ അല്ലെങ്കിൽ ശാസ്ത്രം അവഗണിക്കപ്പെടുന്ന, വസ്തുതകൾക്ക് വിലയില്ലാത്ത, വികാരങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്കുള്ള വഴികളിലെ ദിശാസൂചികകളാണ്, ഡയറക്ഷൻ ബോർഡ്സ് ആണ് ഈ പരിണാമങ്ങൾ അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന ഈ മാറ്റങ്ങൾ. സത്യാനന്തരത എന്നത്, പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഫാക്ട് എന്ന വാക്ക് 90കളുടെ ആദ്യം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ടുണ്ടായതല്ല. 90കളുടെ ആദ്യം മുതൽ തന്നെ ആ വാക്ക് ഉപയോഗത്തിൽ വന്നതാണ്. പക്ഷേ അതിലെ പിന്നിലെ സങ്കല്പം അല്ലെങ്കിൽ ഐഡിയ, അതായത് സത്യത്തിന് ആധിപത്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അത് പല സന്ദർഭങ്ങളിൽ, ചരിത്രത്തിന്റെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥത്തിനും രൂപത്തിനും ഒക്കെ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2016 ഈ പ്രയോഗം അല്ലെങ്കിൽ ഈ വാക്ക് ഏറെ പ്രാധാന്യം കൈവരിക്കുന്നത്. സത്യാനന്തരം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത്, പോസ്റ്റ് ഫാക്ട് എന്നത് ഏറെ പ്രാധാന്യം കൈവരിക്കുന്നത് 2016 അതിന് കാരണമായത് പ്രധാനമായും 2 ലോക രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. എന്തുകൊണ്ടാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന പ്രയോഗം, പോസ്റ്റ് ഫാക്ട് എന്ന പ്രയോഗം ഇത്രയും പ്രാധാന്യം കൈവരിച്ചത് എന്ന് വിശകലനം ചെയ്താല് ലോകത്തിലെ 2 പ്രധാന സംഭവങ്ങളാണ് അതിന് കാരണമായിരുന്നത് എന്ന് കാണാം. ഒന്ന് ബ്രെക്സിറ്റ് ക്യാമ്പയിൻ ആണ്. ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി. അതിനുള്ള ക്യാമ്പയിൻ, അതിനുള്ള പ്രചാരണം നടന്നത് 2016 അപ്പോഴാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വോട്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രചാരങ്ങളിൽ വളരെ വ്യാപകമായി വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അത് പ്രത്യേകിച്ച് വസ്തുതാ വിരുദ്ധം എന്ന് മാത്രമല്ല, വിഭാഗീയമായ, വംശീയമായ, ജനതയെ വേർതിരിക്കുന്ന, വിഭജിക്കുന്ന രീതിയിൽ പോളറൈസ് ചെയ്യുന്ന ആ രീതിയിലുള്ള വിഭാഗീയ പ്രചരണങ്ങൾ, അസത്യ പ്രചരണങ്ങൾ, അവാസ്തവമായ പ്രചാരങ്ങൾ, പ്രൊപ്പഗാൻഡ നടക്കുകയുണ്ടായി വലിയ തോതിൽ തന്നെ. അത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന് നൽകുന്ന ധനസഹായത്തെ പെരുപ്പിച്ചു കാട്ടിയും, അതുപോലെ മറ്റ് മതവിഭാഗങ്ങളിലുള്ളവർ യൂറോപ്യൻ യൂണിയനിൽ ചേരുമെന്ന് ഭീഷണി പകർത്തിയും ഒക്കെയാണ് അത് പ്രചാരണം നടന്നത്. രണ്ടാമത്തെ സംഭവം നമുക്കെല്ലാം അറിയുന്നത് പോലെ 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നിൽക്കുകയും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ക്യാമ്പയിൻ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളിലെ ഇതുപോലെ തന്നെ വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യ സാധ്യമാക്കിയ വാർത്താവിനിമയ ഉപാധികളെ കൊണ്ട്, മാധ്യമങ്ങളെ കൊണ്ട്, നവമാധ്യമങ്ങളില്, സോഷ്യൽ മീഡിയയില് വളരെ വ്യാപകമായി ഇത് പ്രചരണത്തിന് ഉപയോഗിക്കപ്പെട്ടു. അവിടെയും ഇതുപോലെ വംശീയമായി ആളുകളെ വേർതിരിക്കുന്ന രീതിയിൽ മെക്സിക്കോയിൽ നിന്ന് ആളുകളെ, ക്രിമിനൽസിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പദ്ധതി ഇടുന്നു എന്നുള്ള രീതിയിൽ വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് ക്യാമ്പയിനിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ പറഞ്ഞ പ്രസ്താവനകളിൽ 70% കള്ളമായിരുന്നു എന്നാണ് പിന്നീടുള്ള വിശകലനത്തിൽ വസ്തുതകളായി തെളിഞ്ഞു വന്നത്. ഇങ്ങനെ വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാതെ, അത് നമ്മൾ 2014 2019 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. വസ്തുതകളെക്കാൾ ദേശീയ വികാരങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയും അതിനെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന പ്രചാരണ ശൈലികൾ. അതുപോലെ
2016 അമേരിക്കൻ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനുമായി നടത്തിയിട്ടുള്ള പ്രൊപ്പഗാൻഡയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചാരണ രീതികളാണ് നാം സമ്പൂർണമായ ഒരു സത്യാനന്തര കാലത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ തിരിച്ചറിവായത്. ആ വിഷയത്തെ വളരെ അഭൂതപൂർവമായി, വളരെ വ്യാപകമായി വസ്തുതകളുടെ തമസ്കരണവും അസത്യപ്രചരണങ്ങളുടെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ജനതയെ വികാരപരമായി, ഇമോഷണലി പോളറൈസ് ചെയ്യുന്ന രീതിയിലുള്ള, ഇതിനു മുൻപ് കാണാത്ത രീതിയിൽ അത്രയും വ്യാപകമായി, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ സാധ്യതകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടന്ന പ്രചാരണങ്ങളുടെ ഒടുവിൽ നാം എത്തിപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും സത്യാനന്തരമായിരിക്കുന്ന, പോസ്റ്റ് ട്രൂത്ത് ആയിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് എന്ന തിരിച്ചറിവിന്റെ പിൻബലത്തിലാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങള്, അക്കാദമിക്കായിട്ടും അല്ലാതെയുമുള്ള ഒക്കെ പഠനങ്ങള്, അവയെ വിലയിരുത്താനുള്ള ശ്രമങ്ങള്, എങ്ങനെയാണ് അത്തരമൊരു സമൂഹത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്ന ചോദ്യത്തിനുള്ള പ്രതികരണമായിട്ടാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന പ്രയോഗം കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത്. അക്കാഡമിക്കലായിട്ടും രാഷ്ട്രീയ സാംസ്കാരിക സംവാദങ്ങളിലുമൊക്കെ ഈ മാറിയ സമൂഹത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്ക് കൂടുതലായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് 2016 ശേഷം 2016 യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തരം എന്ന പദം ഓക്സ്ഫോർഡ് ഡിക്ഷണറി അന്നത്തെ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദമായിട്ട്, വേർഡ് ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് എന്ന പദത്തെ. ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 2015 അപേക്ഷിച്ച്, അതായത് അതിന്റെ തലേ കൊല്ലത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 2000% കൂടുതലായി ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടു 2016 എന്നാണ്. അതുകൊണ്ട് 2016 വാക്കായി സത്യാനന്തരം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്തിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി. കാരണം നാം എത്തിപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സന്ധി ഒരു സത്യാനന്തര കാലമാണ്, ഒരു പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റിയാണ്. വസ്തുതകൾ പിൻവാങ്ങുകയും വികാരങ്ങൾ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ സന്ധിയിലാണ്, സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്ന തിരിച്ചറിവാണ്, അടയാളപ്പെടുത്തലായിരുന്നു ആ വാക്ക് പോസ്റ്റ് ട്രൂത്ത് എന്ന്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ നിർവചന പ്രകാരം പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: relating or denoting circumstances in which objective facts are less influential in shaping public opinion than appeals to emotional and personal beliefs. അങ്ങനെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അതിനെ അടയാളപ്പെടുത്തുന്നത്, അതിനെ നിർവചിക്കുന്നത് വാക്കിന്. അതായത് ഒബ്ജക്റ്റീവ് ഫാക്ട്സ് ആർ ലെസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ഫാക്ട്സ്, വസ്തുതകൾ, ഡേറ്റ, ഫാക്ട്സ്, ഇത് ലെസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനങ്ങളുടെ, സമൂഹത്തിന്റെ പൊതുബോധം രൂപപ്പെടുത്തുന്നതിൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ സ്വാധീനവും അതിനു പകരം ഇമോഷൻസിനെയും വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കും ആധിപത്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിനെയാണ്, ഒരു സാംസ്കാരിക പരിസരത്തെയാണ് പോസ്റ്റ് ട്രൂത്ത് എന്നതുകൊണ്ട് അടയാളപ്പെടുത്തുന്നത് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നിർവചിച്ചത്. ഈ പൊതു അഭിപ്രായം, സമൂഹത്തിലെ പൊതു അഭിപ്രായം രൂപീകരിക്കുന്നതിൽ പരമപ്രധാനമായ പങ്കുള്ള ഒരു സ്ഥാപനമാണ് എന്ത്? മാധ്യമങ്ങൾ. സമൂഹത്തിലെ പൊതുബോധത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് മാധ്യമങ്ങൾ. നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, നാലാം ജനാധിപത്യത്തിന്റെ 4ാം തൂണായി വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ. അത് വാർത്താ വിതരണ രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള അഡ്വാൻസ്മെന്റ് സാധ്യമാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, വാർത്തയുടെ ഉൽപാദനവും വിതരണവും സംബന്ധിച്ച് കാലാകാലങ്ങളായി നിന്നുണ്ടായിരുന്ന സ്ട്രക്ചറിൽ നിന്ന്, ഘടനയിൽ നിന്ന് വന്നിട്ടുള്ള വളരെ കാര്യമായ മാറ്റങ്ങൾ
സാമൂഹ്യ മാധ്യമങ്ങളുടെ ആവിർഭാവം, ഇതൊക്കെ ഈ പരിണാമത്തെ അതിനെ സഹായിച്ച അല്ലെങ്കിൽ അതിന് വേഗത കൂട്ടിയ ഘടകങ്ങളാണ്. അപ്പോ ഇതൊരു പുതിയ സംഭവമാണോ, ഇതൊരു പുതിയ വികാസമാണോ എന്ന് നാം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് തന്നെ വരികയാണെങ്കിൽ, എന്ന് വെച്ചാല് നുണ പറയുക എന്നത്, വസ്തുതകളെ വളച്ചൊടിക്കുക എന്നത് അതൊന്നും പുതിയ കാര്യമല്ല. വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയപരമായും മാധ്യമങ്ങളായാലും മറ്റ് പൊതു ഇടങ്ങളിലും ഒക്കെ, അത് വളരെ സാധാരണമായി നമ്മൾ വളരെ കാലമായി കണ്ടുവരുന്ന ഒരു ഫിനോമിനാണ്, അതൊരു പ്രതിഭാസമാണ്. നമുക്കറിയാം മഹാഭാരതത്തിലെ കഥ. ദ്രോണരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി, ദ്രോണരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ദ്രോണരോട് നുണ പറയുകയാണ്. അശ്വത്ഥാമാഹത നരവാ കുഞ്ചരോവാ എന്നാണ് ധർമ്മപുത്രരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അശ്വത്ഥാമാവ് മരിച്ചു, അത് ആനയാണെന്ന്. അന്ന് ധർമ്മപുത്രരുടെ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധകാലത്ത് ഒരു പത്രം ഉണ്ടായിരുന്നു എന്ന് വെക്കുക, ന്യൂസ് പേപ്പർ. എങ്ങനെയായിരിക്കും ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യുക? അതിന്റെ ഫ്രണ്ട് പേജില് ചുവന്ന കളറില് വലിയ ബോൾഡായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ എന്ത് വരും? അശ്വത്ഥാമാവ് മരിച്ചു എന്നെഴുതും. 5ാമത്തെ പേജില് ഏറ്റവും ഉള്ളില് ആരും കാണാത്ത വളരെ ചെറിയ ചെറിയ അക്ഷരങ്ങളില് കുഞ്ചര എന്നെഴുതി വെക്കും. അർദ്ധസത്യങ്ങളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന്. അതുകൊണ്ട് നുണ പറയുക എന്നത് പുതിയ സംഭവ വികാസമല്ല, പുതിയ പ്രതിഭാസമല്ല. പക്ഷേ ഒരു കുഞ്ചര എന്ന് പതുക്കെയെങ്കിലും പറയേണ്ടതുണ്ട് എന്ന ധാർമ്മിക ബോധത്തിൽ നിന്ന് നാം ഇന്ന് എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു പദത്തിന്റെ യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു സാംസ്കാരിക പരിസരത്തിലാണ്. ഇന്ന് നമ്മുടെ മാധ്യമങ്ങള് ശിവശങ്കരന് 1 കോടി എന്ന് വലിയ അക്ഷരത്തിൽ ആദ്യത്തെ പേജിൽ ടൈറ്റിലും 5ാമത്തെ പേജിൽ ഉള്ളിൽ ഏറ്റവും ചെറുതായിട്ട് എന്ന് പ്രതിയുടെ മൊഴി എന്ന് വളരെ ചെറുതായും എഴുതി ചേർക്കും. കാരണം അവർക്കറിയാം ഇതിലെ ആദ്യ പേജിലെ ആദ്യത്തെ ടൈറ്റിൽ മാത്രമേ മിക്കവാറും എല്ലാവരും വായിക്കൂ എന്ന്. അതുപോലും വേണ്ടാത്ത ധാരാളം ഉദാഹരണങ്ങൾ നമ്മളിപ്പോ കാണുകയാണ്, ഇല്ലേ? ഇല്ലാത്ത റേഷൻ കാർഡിലെ കാണാത്ത ഡേറ്റയാണ് മാധ്യമങ്ങളിൽ മാത്രം കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റുപോകുന്നത്. ലോകത്തെമ്പാടും ഉപഭോക്താക്കളുള്ള $1 ബില്യൺ കമ്പനി കേരളത്തിൽ മാത്രം ഡേറ്റാ മോഷണ കമ്പനിയാവുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന മാതിരി ചാരക്കേസിലെ പോലെ എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള പൊതുയിടങ്ങളിൽ ആർക്കും ലഭ്യമാവാവുന്ന ക്രയോജനിക് സാങ്കേതിക വിദ്യാ വിവരങ്ങള് മാധ്യമങ്ങളിൽ മാത്രം മോഷണ രഹസ്യവും ചാരസുന്ദരികൾ വിചാരിച്ചാൽ മാത്രം ചോർക്കാൻ കഴിയുന്ന നിഗൂഢതയുമാവുന്നു. ഇതൊക്കെ നമ്മളുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ അനുഭവങ്ങളാണ്, നമ്മുടെ സമകാലിക സന്ദർഭങ്ങളിൽ, വളരെ സമീപകാലത്തെ സന്ദർഭങ്ങളിലെ ഉദാഹരണങ്ങളാണ്, നാം കാണുന്നതാണ്. അതുകൊണ്ട് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പച്ചനുണങ്ങളും ഒക്കെ തരാതരം പോലെ ഉപയോഗിക്കുക എന്ന് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മന്യമായിരുന്നില്ല, സമൂഹത്തെ സംബന്ധിച്ച് ഒരിക്കലും മന്യമായിരുന്നില്ല. അതിന്റെ തോതും അല്പമെങ്കിലും ഉണ്ടായിരുന്ന ലജ്ജയുടെ അഭാവവും ഒക്കെയാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കുഞ്ചര എന്ന് പോലും പറയേണ്ടതില്ല, അത്തരമൊരാവശ്യം പോലും ഇല്ല എന്ന് തോന്നുന്ന വിധം മനസാക്ഷി എന്ന അസുഖത്തിന്റെ നേരിയ ലാഞ്ചന പോലുമുള്ള ധർമ്മപുത്രരെ 7 അയലത്ത് പോലും അടുപ്പിക്കാത്ത പോസ്റ്റ് ട്രൂത്തിന്റെ പ്രയോക്താക്കളാണ് ഇന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ. ഇത് പുതിയ പ്രതിഭാസമല്ല, നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ അളവിലും തോതിലും അഥവാ ഉണ്ടാവാവുന്ന ധാർമ്മിക ബോധത്തിലുമൊക്കെയുള്ള വ്യത്യാസത്തില്. ഉദാഹരണത്തിന് 1807 അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള തോമസ് ജെഫേഴ്സന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു എഴുത്തില് അദ്ദേഹം പറഞ്ഞത്, നത്തിങ് ക്യാൻ നൗ ബി ബിലീവ്ഡ് വിച്ച് ഈസ് സീൻ ഇൻ എ ന്യൂസ് പേപ്പേഴ്സ്. കേട്ടാൽ നമുക്ക് തോന്നുന്നത്
ഇപ്പോഴാണ് പറയുന്നത് എന്നാണ്. അദ്ദേഹം 1807 പറഞ്ഞതാണ്, നത്തിങ് ക്യാൻ നൗ ബി ബിലീവ്ഡ് വിച്ച് ഇസ് സീൻ ഇൻ എ ന്യൂസ് പേപ്പേഴ്സ്. ട്രൂത്ത് ഇറ്റ് സെൽഫ് ബിക്കംസ് സസ്പീഷ്യസ് ബൈ ബീങ് പുട്ട് ഇൻ ടു ദാറ്റ് പൊല്യൂട്ടഡ് വെഹിക്കിൾസ്. ആ പത്രത്തിൽ ഇടുന്നതുകൊണ്ട് മാത്രം തന്നെ ചിലപ്പോൾ സത്യം സംശയിക്കേണ്ട അവസ്ഥ വരും. മാത്രമല്ല അദ്ദേഹം സജസ്റ്റ് ചെയ്തു പത്രങ്ങൾക്ക് 4 സെക്ഷൻ, വെവ്വേറെ സെക്ഷൻ ഉണ്ടാവുന്നത് നല്ലതായിരിക്കുന്നു. വെറുതെ എല്ലാവരുടെയും നുണ എഴുതി വെക്കണ്ടല്ലോ. അതുകൊണ്ട് പത്രങ്ങൾക്ക് 4 സെക്ഷൻ ഉണ്ടാവും. അതിന് മുതൽ ഒരു സെക്ഷന്റെ പേര് ട്രൂത്ത്. അത് വളരെ ചെറുതായിരിക്കും, സത്യം മാത്രം എഴുതിയാൽ മതി അവിടെ. അപ്പൊ അത് വളരെ കുറച്ച് സ്പേസ് മതി, അര പേജ് ആയാലും മതി. ട്രൂത്ത്, പ്രോബബിലിറ്റീസ്, പോസിബിലിറ്റീസ്, അതായത് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്, സംഭവിക്കാൻ കുറവ് സാധ്യതയുള്ളത്. ട്രൂത്ത്, പ്രോബബിലിറ്റീസ്, പോസിബിലിറ്റീസ്. 4ാമത്തെ ഏറ്റവും വലിയ സെക്ഷൻ ലൈസ്, നുണ. മാധ്യമങ്ങള്, ന്യൂസ് പേപ്പറിന് അങ്ങനെ ഉണ്ടാവുന്നതായിരിക്കും നല്ലത് എന്ന് 1807 പറഞ്ഞതാണ്. അതുകൊണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചരിത്രം തീർച്ചയായും അതിനുണ്ട്. 1835 വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ദ സൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു, ന്യൂയോർക്ക് എന്ന് വരുന്നത്. അവര് 1835 ഒരു സീരീസ് എഴുതാൻ തുടങ്ങി, കഥകൾ. അത് ന്യൂസ് ആയിട്ടാണ് എഴുതിയത്. എന്താണ് അറിയ ന്യൂസ്? ഒരു അസ്ട്രോണമർ, ജോൺ ഹെർഷൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ടെലിസ്കോപ്പിൽ കൂടെ ചന്ദ്രനെ നോക്കുകയാണ്. അദ്ദേഹം ടെലിസ്കോപ്പിലൂടെ ചന്ദ്രനെ നോക്കിയപ്പോ കണ്ടത് എന്താണെന്നറിയോ? അവിടെ പകുതി മനുഷ്യനും പകുതി വവ്വാലുമായിട്ടുള്ള വിചിത്രമായ ജീവികളാണ് ചന്ദ്രനിൽ നിറയെ. ബാറ്റ്മാൻ. എന്നിട്ട് അതിന്റെ ഫോട്ടോ അടക്കം പത്രത്തിൽ വരികയാണ്. അവിടെ ബാറ്റ്മാൻ മാത്രമല്ല, പലതരത്തിലുള്ള വിചിത്ര ജീവികള്, കൊട്ടാരങ്ങള്, ക്ഷേത്രങ്ങള്, ഇങ്ങനെയുള്ള പലതരം സിവിലൈസേഷൻ തന്നെ ചന്ദ്രനിലുണ്ട്. ഇന്ന് നമുക്ക് കേട്ടാൽ അത് ഭ്രാന്താണെന്ന് തോന്നൂല്ലേ? 1835 ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും വിശ്വാസ്യതയുള്ള ദ സൺ എന്ന പത്രമാണ് അതിൽ. 4 ആർട്ടിക്കിൾസ് ആണ് അതിൽ വന്നത്, സീരീസ് ഓഫ് സ്റ്റോറീസ് ആണ്. ഹോക്സ്, ദി ഗ്രേറ്റ് മൂൺ ഹോക്സ് എന്നാണ് അതിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇദ്ദേഹം, ഈ അസ്ട്രോണമറെ, യഥാർത്ഥത്തിൽ ഈ കഥയിലെ ചില ഭാഗങ്ങളിൽ സത്യമുണ്ട്. എന്താ സത്യം? അങ്ങനെ ഒരു അസ്ട്രോണമർ ഉണ്ട്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ്. അദ്ദേഹത്തിന്റെ ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. അദ്ദേഹം ചന്ദ്രനെ നോക്കുന്നുണ്ട്. അത്രയേ ആ കഥയിലെ സത്യമുള്ളൂ. ബാക്കിയൊക്കെ പത്രം സങ്കല്പിച്ചെഴുതുകയാണ്. ഈ അസ്ട്രോണമർ അറിയുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതിനു മുൻപ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തീർച്ചയായും അവര് വിജയിക്കുകയും ചെയ്തു. വളരെ എത്രയോ മടങ്ങ് സർക്കുലേഷൻ ആയിട്ട് സണ്ണിന്റെ പ്രചാരണം വർദ്ധിച്ചു. അതുകൊണ്ട് ആ രീതിയിലുള്ള ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ക്രെഡിബിലിറ്റി എന്നുള്ളത് പത്രങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു ഫാക്ടറായിരുന്നു, ഒരു സെല്ലിംഗ് ഫാക്ടറായിരുന്നു. കാരണം പത്രങ്ങളുടെ വിശ്വാസ്യത എന്നത് അപ്പോഴും പരിരക്ഷിക്കാൻ അവരെപ്പോഴും ശ്രമിച്ചു പോകുന്നുണ്ട്. പത്രങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പറയാറുള്ള റൂളുണ്ട്, കാർഡിനൽ റൂൾ. അതായത് ന്യൂസ് പേജും ഒപ്പീനിയൻ പേജും ഒരിക്കലും കൂട്ടിക്കലർത്തരുത് എന്ന്. ബയാസ്ഡ് ആവാതിരിക്കാൻ. ന്യൂസായിട്ടും വസ്തുതകളായിട്ടും ഒപ്പീനിയനായിട്ടും ഇത് രണ്ടും കൂടി കൂടിക്കലരരുത് എന്ന്. ആ ഒരു വിശ്വാസം, ആ ഒരു നിയമമാണ് ഇപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്, മാറ്റപ്പെട്ടിരിക്കുന്നത്, ചരിത്രമായിരിക്കുന്നത്. അപ്പം മീഡിയ എന്നുള്ളത്, മാധ്യമം എന്നുള്ളത് എന്താണ്? മീഡിയ ഈസ് എസെൻഷ്യലി എ മീഡിയേറ്റർ. വാർത്തകൾ പൊതുജന മധ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാധ്യമങ്ങൾ. അത് പക്ഷെ അതിന്റെ ഒരു കർമ്മം മാത്രമാണ്. പക്ഷെ അതിനെല്ലാം ഉപരി ഒരു പെർസെപ്ഷൻ വിക്കലാണ് മാധ്യമങ്ങളുടെ പണി. നിലവിലുള്ള സാമൂഹ്യ സാംസ്കാരിക ഘടനയെ അതിലേക്ക് ജനങ്ങളെ
പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ പ്രധാന ധർമ്മം. അപ്പോൾ ആ സൊസൈറ്റിയിലുള്ള മൂല്യങ്ങളും വിശ്വാസങ്ങളും അധികാര സ്ഥാപനങ്ങൾക്കുമൊക്കെ ഉള്ള അനുകൂലമായ സമ്മതി, കൺസെന്റ് മാധ്യമങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇറ്റാലിയൻ ചിന്തകനായ അന്റോണിയോ ഗ്രാംഷി പറയുന്നത്, ഇഫ് ദ റൂളിംഗ് എലൈറ്റ്സ് കൺട്രോൾ ദ മീഡിയ ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, they can convince the masses against their own interest. ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവർ തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ കയ്യിലുണ്ടെങ്കിൽ റൂളിംഗ് ഭരണവർഗത്തിന് സാധ്യമാവുന്നു എന്നത്. ഇത് സാധിക്കുന്നത് മാധ്യമങ്ങൾ വാർത്തകളെ അതേപടി നമുക്ക് തരികയല്ല. മാധ്യമങ്ങൾ സോഴ്സിൽ നിന്ന് കിട്ടുന്ന, പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളെ അവരുടേതായിട്ടുള്ള അരിപ്പകളിലൂടെ അരിച്ചുകൊണ്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഫിൽട്ടേഴ്സ്. ഈ അരിപ്പകള് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നോം ചോംസ്കിയുടെ വളരെ വിശദമായിട്ടുള്ള ഒരു വിശകലനം തന്നെയാണ്. അദ്ദേഹം അതിനെ പ്രൊപ്പഗാൻഡ മോഡൽ എന്നാണ് പറയുന്നത്. 5 ഫിൽട്ടേഴ്സ് ഉണ്ടെന്നാണ്, 5 അരിപ്പകൾ ഉണ്ട് മാധ്യമങ്ങൾക്ക് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ അതിലെ പ്രധാനമായിട്ടുള്ള ചില അരിപ്പകള് അതിന്റെ ഓണേഴ്സ് ആരാണ് എന്നുള്ളതാണ്. ആരാണ് മീഡിയ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ ഉടമസ്ഥർ അവകാശമാർക്കാണ്, ആരാണ് അതിന്റെ ഫണ്ട് ചെയ്യുന്നത്, അതുപോലെ ആ അഡ്വർടൈസേഴ്സ് ആരാണ്. ഈ രീതിയിലുള്ള ഫിൽട്ടേഴ്സ്, ഈ രീതിയിലുള്ള അരിപ്പകളാണ് മാധ്യമങ്ങൾ എന്ത് വാർത്തകളാണ് നൽകുക, എങ്ങനെയാണ് വാർത്തകൾ ഉണ്ടാക്കുക. മീഡിയ ഇറ്റ്സെൽഫ് ഈസ് എ മെസ്സേജ് എന്നാണ്. അവര് വാർത്തകൾ എവിടെന്നെങ്കിലും കളക്ട് ചെയ്ത് തരണം തന്നെയില്ല, അവർ തന്നെ വാർത്തകൾ ഉണ്ടാക്കുകയാണ്. അതിലെ ഒരു അരിപ്പ വളരെ രസകരമാണ്. നോം ചോംസ്കി പറഞ്ഞിട്ടുള്ള ഒരു അരിപ്പ ആന്റി കമ്മ്യൂണിസം ആസ് എ റിലീജിയൻ ആൻഡ് കൺട്രോൾ മെക്കാനിസം എന്നതാണ്. കമ്മ്യൂണിസത്തിനോടുള്ള എതിർപ്പ്. കാരണം കമ്മ്യൂണിസം എന്നുള്ളത് നിലനിൽക്കുന്ന സ്ട്രക്ചറിന്റെ എതിരെയുള്ള ഭീഷണിയാണ്. അതുകൊണ്ട് ആന്റി കമ്മ്യൂണിസം എന്നുള്ള ഫിൽട്ടർ മാധ്യമങ്ങളുടെ അരിപ്പകളിൽ ഒരു പ്രധാന ഇനമാണ് എന്നാണ് ചോംസ്കി നിരീക്ഷിക്കുന്നത്. അത് നമ്മളെ ഇപ്പോഴത്തെ അനുഭവവും കൂടിയാണ്. എങ്ങനെയാണ് മാധ്യമങ്ങളുടെ വാർത്ത ഈ ഫിൽട്ടറിലൂടെ കടന്നു പോകുമ്പോൾ വാർത്തകളുടെ നിറം മാറുന്നത് എന്നും വാർത്തകൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഈ മീഡിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളെ അറിയിച്ച ഒരു സംഭവ വികാസമായിരുന്നു കോബ്ര പോസ്റ്റ് സ്റ്റിംഗ് ഓപ്പറേഷൻ. ആരെങ്കിലും അത് ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, കോബ്ര പോസ്റ്റിലെ ഒരു റിപ്പോർട്ടർ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെയൊക്കെ സമീപിക്കുകയുണ്ടായി. എന്തിനാണ്? 2019 ഇലക്ഷന് മുമ്പ് അവർ കൊടുത്ത പ്രപ്പോസൽ ഇതാണ്: ഹിന്ദുത്വ അജണ്ടയ്ക്ക് അനുകൂലമായിട്ടുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയും വാർത്തകൾ കൊടുക്കുകയും എഡിറ്റോറിയൽസ് കൊടുക്കുകയും, അതാണ് അതിന്റെ പേര്. എഡിറ്റോറിയൽ എഴുതുകയാണ് അഡ്വർടൈസ്മെന്റ് ആയിട്ട്. അഡ്വർടൈസ്മെന്റ് ആണെന്ന് അറിയാത്ത രൂപത്തില് വാർത്തകളാക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി സമീപിച്ച മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അതിന് സമ്മതം മൂളി എന്നുള്ളതായിരുന്നു കോബ്ര പോസ്റ്റിന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ. ടൈംസ് നൗ ഇൻ ഗ്രൂപ്പിലെ അവരുടെ ചെയർമാൻ തന്നെ പറഞ്ഞത് 500 കോടിയാണ് അവർക്ക് വാഗ്ദാനം ചെയ്തത്. അപ്പൊ അതിന്റെ തലവനായ ജെയിൻ തന്നെ പറയുകയാണ്, ഇദ്ദേഹത്തോട് ഉപദേശിക്കുകയാണ് എങ്ങനെയാണ് 500 കോടി കള്ളപ്പണമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് എന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നോട്ട് നിരോധനത്തിന് അനുകൂലമായിട്ട് ഏറ്റവും കൂടുതൽ ഘോരഘോരം പറഞ്ഞ ഒരു ചാനലാണ് ടൈംസ് നൗ, കള്ളപ്പണ വേട്ടയെ കുറിച്ച്. അവര് കോബ്ര പോസ്റ്റ് ഓപ്പറേറ്ററുമായിട്ട് സംസാരിക്കുകയാണ് എങ്ങനെയാണ് 500 കോടി കള്ളപ്പണവുമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറേണ്ടത് എന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അതിൽ എങ്ങനെയാണ് വർഗീയ അജണ്ടയെ 2019 ഇലക്ഷൻ ഉപയോഗിക്കേണ്ടതും എങ്ങനെയാണ് ജനങ്ങളെ പോളറൈസ് ചെയ്ത് BJPക്ക് അനുകൂലമാക്കേണ്ടത് എന്നുള്ള ഒരു വലിയൊരു സ്ട്രാറ്റജി ഇതായിരുന്നു. എങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ ഇമേജിനെ ഉപയോഗിക്കേണ്ടത് എന്നത്. കൃഷ്ണനെ കുറിച്ചുള്ള പ്രോഗ്രാമുകളും ഭഗവത്ഗീതയെ കുറിച്ചുള്ള പ്രോഗ്രാമുകളും ഉണ്ടാക്കി പ്രക്ഷേപണം ചെയ്യുക എന്നതായിരുന്നു ടൈംസിനും ഇന്ത്യ ടുഡേ ഗ്രൂപ്പിനും കൊടുത്ത നിർദ്ദേശങ്ങൾ. ഇന്ത്യ ടുഡേയുടെ വൈസ് ചെയർമാൻ പറയുന്നത് തന്നെ ഉണ്ടായി, ശ്രീരാമനും അയോധ്യയും വിവാദമായതുകൊണ്ട് നമുക്ക് ഇനി
കൃഷ്ണനെയും ഭഗവത്ഗീതയെയും ഉപയോഗിക്കാമെന്ന്. അതായത് എങ്ങനെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെ വർഗീയ അജണ്ടയുടെ, വിഭാഗീയ അജണ്ടയുടെ ഭാഗമായിരിക്കുന്നത് എന്നത് നമ്മുടെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവമായിരുന്നു കോബ്ര പോസ്റ്റ് സ്റ്റിംഗ് ഓപ്പറേഷൻ. മിക്കവാറും നമുക്കറിയാവുന്ന എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അതിലുണ്ട്. 2 ഒഴിച്ച് 27 അവർ സമീപിച്ചതിൽ 2 ഒഴിച്ച് ബാക്കി 25 ഇന്ത്യ ടുഡേ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സി ന്യൂസ്, യു നെയിം ഇറ്റ്, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോ നമുക്ക് കിട്ടുന്ന നുണകള്, വാസ്തവങ്ങള് ഇതൊന്നും യാദൃച്ഛികമായി ഉണ്ടാവുന്നതല്ല. ഇത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ എമർജൻസ്, സാമൂഹ്യ മാധ്യമങ്ങള് ഇതിനെ കൂടുതൽ ശക്തമാക്കുന്നത് എന്ന ഒരു വിഷയം കൂടി പറഞ്ഞ് അതിവിടെ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് നമ്മള് നുണയാണെന്ന് അറിഞ്ഞിട്ടും അത് വിശ്വസിക്കുന്നത്? മിക്കവാറും വിഷയങ്ങൾ നമ്മൾക്കറിയാം. എപ്പോഴും യുക്തിയും വികാരവും തമ്മിലുള്ള, വിശ്വാസവും തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ യുക്തിയുടെ അല്ലെങ്കിൽ ലോജിക്കൽ ട്രൂത്ത് മാറുമ്പോ നാം നമ്മളുടെ വികാരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ തീരുമാനങ്ങൾക്ക്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം വിവരങ്ങൾ അറിയുന്ന വിദഗ്ധരെയല്ല നമുക്ക് വേണ്ടത്. സത്യാനന്തരം എന്നുള്ളത് ഒരു സമൂഹത്തിലെ വിദഗ്ധന് സ്ഥാനമേ ഇല്ല, എക്സ്പേർട്സിന് സ്ഥാനമേ ഇല്ല. നമ്മുടെ ചാനൽ ചർച്ചയിലെ കാണുന്ന നിരീക്ഷകരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വിദഗ്ധർക്ക് യാതൊരു സ്ഥാനവും ഇല്ല അവിടെ. ആരുടെ കയ്യിലാണ് കൂടുതൽ ഓത്തന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളത് എന്നതല്ല, ആരാണ് ഏറ്റവും നന്നായി കഥ പറയുന്നത് എന്നതാണ് പ്രധാനം. ആരാണ് നന്നായി, ഹൂ ടെൽസ് ദ സ്റ്റോറി ബെസ്റ്റ്, പൊതുജനങ്ങളെ ഉത്തേജിതരാക്കാവുന്ന രീതിയിൽ ആരാണ് കഥ പറയുന്നത് എന്നതാണ്. സ്റ്റോറിക്കാണ്, എല്ലാം സ്റ്റോറിയാണ്, ഇവിടെ വസ്തുതകളില്ല. ആ ഒരു രീതിയിൽ ഫാക്ച്വലി ട്രൂ ആയിട്ടുള്ള, വസ്തുതാപരമായിട്ടുള്ള സത്യത്തെയല്ല നമ്മൾ സ്വീകരിക്കുന്നത്. പകരം എന്താണോ സത്യമെന്ന് നമുക്ക് തോന്നുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, അതിനെയാണ് നാം സത്യമായിട്ട് കണക്കാക്കുന്നത്. ഇത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയാറുണ്ട് സാധാരണ പ്രതിഭാസത്തെ. എന്താണ് കൺഫർമേഷൻ ബയാസ്? നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാല് നമ്മൾക്ക് അത് വസ്തുതയാണോ അല്ലേ എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും നാം ആ കൂട്ടത്തിൽ ചേരുന്നതിനെയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ചില പരീക്ഷണങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരു റൂമിൽ 10 ആളുണ്ടെന്ന് വയ്ക്കാം. നിങ്ങളോട് ചോദിക്കുകയാണ്, ആ റൂമിൽ എത്ര പേരുണ്ട്? നിങ്ങൾ പറയും 10 പേരുണ്ട്. അതിൽ ഓരോരുത്തരോടും ചോദിക്കാം, എത്ര പേരുണ്ട്? അവരൊക്കെ 10 പേരെന്ന് പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ 10 ആളുണ്ട്, നിങ്ങളുമുണ്ട്, വേറെ 9 ആളുമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ റൂമിൽ എത്ര പേരുണ്ടെന്ന്. നിങ്ങൾ പറയുന്നു 10 എന്ന്. ഞാൻ അടുത്ത ആളോട് ചോദിക്കുന്നു, എത്ര പേരുണ്ടെന്ന്. അയാൾ പറയുന്നു 11. അതിനടുത്ത ആളോട് ചോദിക്കുന്നു, എത്ര പേരുണ്ട് ഈ റൂമിൽ. അയാളും പറയുന്നു 11. ബാക്കി 9 പേരും പറയുന്നു ആ റൂമിൽ 11 പേരുണ്ടെന്ന്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയമാവും 10 ആണോ 11 ആണോ. മിക്കവാറും നടത്തിയ പരീക്ഷണത്തിൽ 30% പേരും പറഞ്ഞത് 11 പേരുണ്ട് എന്നാണ്. നിങ്ങൾക്ക് വസ്തുതയായി 10 എന്ന് അറിയാമെങ്കിൽ പോലും ബാക്കി 9 പേരും 11 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ സത്യം മാറിപ്പോവുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും സത്യമെന്ന് നിങ്ങൾക്കും തോന്നി തുടങ്ങുന്നു. അതാണ് കൺഫർമേഷൻ ബയാസ്. ഈ കൺഫർമേഷൻ ബയാസ് എന്ന പ്രതിഭാസം സാമൂഹ്യ മാധ്യമങ്ങളില്, സോഷ്യൽ മീഡിയയില് വളരെ വിപുലമായ തലത്തിൽ, വളരെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, പ്രൊപ്പോർഷണൽ സംഭവിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു സത്യാനന്തര കാലത്തെ സൃഷ്ടിക്കുന്നതിൽ എന്നതിന് വിശകലനമായിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അവിടെ ആളുകളെ ഗ്രൂപ്പുകളാക്കുകയാണ്. നിങ്ങള് ഏതു തരം ആർട്ടിക്കിളാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത്, ഏത് തരം ആർട്ടിക്കിളാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, ഏത് തരം ആർട്ടിക്കിളാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത് എന്നത് മുഴുവൻ സോഷ്യൽ മീഡിയ വിശകലനം ചെയ്യുകയും
അതിനനുസരിച്ചിട്ടുള്ള കൂടുതൽ ന്യൂസ് ഐറ്റംസും ആർട്ടിക്കിൾസും നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. അവസാനം ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടമാവുകയും, ഇതൊക്കെ നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നതാണ്, ഒരു കൂട്ടമാവുകയും ആ കൂട്ടത്തിലേക്ക് എപ്പോഴും ഒരേ രീതിയിലുള്ള ന്യൂസ് ഫീഡുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 2000 ഉറുപ്പിയുടെ നോട്ടിൽ ചിപ്പുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ 50 പേരോ 100 പേരോ ഉള്ള ഒരു കൂട്ടമുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എപ്പോഴും എത്തുന്ന ആർട്ടിക്കിൾസ് ആ ചിപ്പ് ഉണ്ട് എന്നുള്ളതിനെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ഇന്നസെന്റ്ലി വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ചിപ്പുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള കൂട്ടമായി സോഷ്യൽ മീഡിയകളെ രൂപീകരിക്കുന്നു. അവിടെ സത്യത്തിനല്ല പ്രധാനം, അവിടെ ഫാക്ട്സിനല്ല പ്രധാനം. അവിടെ എന്തിനാണ് പ്രധാനം? ക്ലിക്സിനാണ് പ്രധാനം. എത്ര പേര് നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. എത്ര പേര് ലൈക്ക് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. ആ ലൈക്ക് ചെയ്ത, ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്ത ആർട്ടിക്കിൾസ് ആണ് ഏറ്റവും മുകളിലായിട്ട് വരുന്നത്. അതാണ് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. അതായത് നിങ്ങൾ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തന്നെ പോസ്റ്റ് ട്രൂത്ത് ഉണ്ടാക്കുകയും വാസ്തവ വിരുദ്ധമായ ഒരു വാർത്ത ഉണ്ടാക്കുകയും, അതാണ് സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ എല്ലാവരും ജേർണലിസ്റ്റ് ആണ്. മാധ്യമങ്ങളിൽ നിന്ന്, ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് വിടുകയാണ്. ആർക്ക് വേണമെങ്കിലും വാർത്ത ഉൽപ്പാദിപ്പിക്കാം, ആർക്ക് വേണമെങ്കിലും വിതരണം ചെയ്യാം. ദോ എല്ലാവർക്കും ഒരേപോലെയുള്ള വിസിബിലിറ്റി അല്ല, റീച്ചും അല്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ. കാരണം എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്ന വാർത്തകൾക്കും അതേ റീച്ചില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ള, സ്വാധീനമുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ പെട്ടെന്ന് ഷെയർ ചെയ്യപ്പെടുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു പോസ്റ്റ് ട്രൂത്തായി മാറുന്നു. വാസ്തവ വിരുദ്ധമായ ഒരു വാർത്ത ഒരാൾ ഉണ്ടാക്കുകയും സൃഷ്ടിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ കൺഫർമേഷൻ ബയാസിൽ കൂടെ ഒരു വലിയ ഒരു സർക്കിള്, ഒരു ക്ലോസ് എൻക്ലോസർ ആണ്. അതിനെ എക്കോ ചേംബർ എന്ന് പറയാം. നമുക്ക് ഒരേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്കോ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോർവേഡ് ചെയ്യണം. ലൈക്ക് മൈൻഡഡ് ആൾക്കാരുടെ ഇടയിൽ അവരിലേക്ക് ആ വാർത്തകൾ മാത്രമാണ് വരുന്നത്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അതാണ്. അപ്പൊ ആ രീതിയിലുള്ള കൺഫർമേഷൻ ബയാസ് ഫോം ചെയ്തിട്ടുള്ള ഒരു എക്കോ ചേംബർ സോഷ്യൽ മീഡിയയിൽ രൂപീകരിക്കപ്പെടുകയാണ്. മീഡിയ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരി മീഡിയേറ്റർ ആണ് എന്ന് ഞാൻ പറയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ മീഡിയയുടെ റോള് പോകുന്നു. ഇറ്റ്സ് ഡിസ്മാൻഡിൽ. മീഡിയേറ്റർ ഇല്ല അവിടെ. സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് വാർത്ത സൃഷ്ടിക്കുകയും അത് ആളുകളിലേക്ക് നേരിട്ട് എത്തിക്കുകയും ചെയ്യാം. അവിടെ ഒരു മോഡറേറ്റർ ഇല്ല. അവിടെ മാധ്യമങ്ങളുടെ പ്രിട്ടൻഷൻ പോലും വസ്തുതകളായിരിക്കണം, ക്രെഡിബിലിറ്റി വേണമെന്നുള്ള പ്രിട്ടൻഷൻ പോലും നഷ്ടമാവുന്നു സോഷ്യൽ മീഡിയയിൽ. ആർക്കും എന്ത് വേണമെങ്കിലും എഴുതാം. അവിടെ ഓതന്റിസിറ്റി ഒരു ഭാഗമേ അല്ല. നമുക്ക് അതിൽ ഓതന്റിസിറ്റിയെ കുറിച്ച് ആലോചിക്കാനോ കണ്ടെത്താനോ ഉള്ള സമയമോ ആറ്റിറ്റ്യൂഡോ ഇല്ലാതെയാവും. അങ്ങനെ പോസ്റ്റ് ട്രൂത്തുകൾ സോഷ്യൽ മീഡിയയിൽ എക്സാഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് എന്തുകൊണ്ട് സത്യാനന്തരകാലം നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണെങ്കിലും പോലും, വിശകലനത്തിന് വിധേയമായതാണെങ്കിൽ പോലും, എന്തുകൊണ്ട് 2016 എന്നതിന്റെ ഒരു പ്രധാന ഉത്തരം വാട്ട് ചേഞ്ച് നൗ എന്നതിന്റെ ഒരു പ്രധാന പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകം, ഫാക്ടർ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ടെക്നോളജിക്കൽ ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ മീഡിയ. വളരെ വിപുലമായിട്ട് നമ്മൾ സങ്കല്പിക്കാൻ പോലും ആവാത്ത രീതിയിലാണ് വാർത്താവിനിമയ രംഗം സാങ്കേതിക വിദ്യയിലൂടെ മാറിമറിഞ്ഞത്. ഒരുപാട് ഇൻഫർമേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഒരുപാട് ഇൻഫർമേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടൊപ്പം ഒരുപാട് ഫേക്ക് ഇൻഫർമേഷനും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് എത്ര പേരിലേക്ക് വേണമെങ്കിൽ എത്ര വേഗത്തിൽ പ്രചരിക്കാനുള്ള, ഡിസമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി നമ്മുടെ കൈവശം വരുന്നു. അതാണ് സോഷ്യൽ മീഡിയ. അപ്പം ഈ അഡ്വാൻസ് സോഷ്യൽ മീഡിയയിൽ വിച്ച് ക്രിയേറ്റ് എ സിറ്റുവേഷൻസ് വേർ പീപ്പിൾ അക്വയർ ന്യൂസ് ഫ്രം ഓൺലൈൻ ഫ്രം എവരിവെയർ, എനിബഡി. പണ്ടൊക്കെ ഒരു ട്രെയിനിൽ, ഇപ്പൊ ബോംബെയിലൊക്കെ ലോക്കൽ ട്രെയിനിൽ കയറിയാൽ എല്ലാവരും പത്രം പിടിച്ച് ഇരിക്കുമായിരുന്നു 25-30 കൊല്ലം മുമ്പ്. ഇന്ന് നമുക്കറിയാം എല്ലാവരുടെ കയ്യും
ഫോണിലാണെന്ന്, കണ്ണും കയ്യും. അതുകൊണ്ട് എവിടെ നിന്നാണ് ന്യൂസ് വരുന്നതെന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. യാതൊരു ഒത്തന്റിസിറ്റിയോ ചെക്കോ ക്രെഡിബിലിറ്റിയോ ഇല്ലാത്ത സോഴ്സുകളിൽ നിന്നും ന്യൂസുകൾ വരുന്നു. 2, എ ഗ്രോയിങ് ഡിസ്ട്രസ്റ്റ് ഇൻ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഇതിന്റെ മറ്റൊരു ഫാക്ടർ, നമ്മൾ കാര്യമായിട്ട് വിശകലനം ചെയ്യേണ്ട മറ്റൊരു വിഷയം. ഇവിടെ നമ്മളത് സമയമില്ലാത്തതുകൊണ്ട് മാറ്റുകയാണ്. ജനാധിപത്യ സംവിധാനങ്ങളിലെ സ്ഥാപനങ്ങളിലുള്ള അവിശ്വാസം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള അവിശ്വാസം, വിദഗ്ധന്മാരിലുള്ള അവിശ്വാസം, അവരൊക്കെ വരിയിലേക്ക് മാറ്റപ്പെടുകയാണ്. സിസ്റ്റത്തിലുള്ള അവിശ്വാസമായിട്ട് അത് മാറുകയാണ്. ജനാധിപത്യത്തോടുള്ള അവിശ്വാസമായിട്ട് മാറുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത് സുപ്രീം കോടതിയിൽ വന്ന വിധി. എങ്ങനെയാണ് ആളുകൾ അതുകൊണ്ടുള്ള ധാർമ്മിക രോഷം, സിസ്റ്റത്തിനോടുള്ള വിശ്വാസം നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങള് ഒരു സത്യാനന്തര ലോകത്തിന്റെ ഫീഡേഴ്സ് ആയിട്ട്, ആക്സിലറേറ്റ് ആയിട്ട്, കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അതിനോടുള്ള പ്രതിരോധം, ഞാൻ നിർത്തുകയാണ്, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട്, സത്യാനന്തര സംസ്കാരത്തോടുള്ള, ആ സംവിധാനത്തോടുള്ള, ആ ഒരു സമൂഹത്തിനോടുള്ള പ്രതിരോധം, പോസ്റ്റ് ട്രൂത്ത് സെർട്ടൻലി, പോസ്റ്റ് ട്രൂത്ത് നമ്മൾ തീർച്ചയായും പ്രതിരോധിക്കേണ്ട ഒരു പ്രതിഭാസമാണ്, സംവിധാനമാണ്, ഒരു സാംസ്കാരിക അന്തരീക്ഷമാണ്. പക്ഷേ അതിനോടുള്ള പ്രതിരോധം അത് ഒരു രാഷ്ട്രീയ സമരമാണ്. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരികമായും സമരം ചെയ്യേണ്ട, പ്രതിരോധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ അസത്യ പ്രചാരണത്തിനെതിരെ സത്യപ്രചാരണം കൊണ്ട് മാത്രം സത്യാനന്തരയെ നമുക്ക് നേരിടാൻ കഴിയില്ല. ട്രൂത്ത് ഈസ് നോട്ട് ആൻ ആന്റിഡോട്ട് ഫോർ പോസ്റ്റ് ട്രൂത്ത്. സത്യമല്ല അതിന്റെ വാക്സിൻ, സത്യം മാത്രമല്ല, സത്യം പറയരുതെന്നല്ല, തീർച്ചയായിട്ടും വേണം. പക്ഷേ അതൊരു രാഷ്ട്രീയ സമരം കൂടിയാണ്. കാരണം അത് രാഷ്ട്രീയ പ്രതിഭാസമാണ്. അത് എസെൻഷ്യലി തീവ്ര വലത് രാഷ്ട്രീയ നിലപാടാണ്. സത്യാനന്തരം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത് എന്നത് തീവ്ര വലത് രാഷ്ട്രീയ സാംസ്കാരിക നിലപാടാണ്. അതുകൊണ്ട് അതിനെതിരെയുള്ള സമരം വലതുപക്ഷ നിലപാടോടുള്ള സമരമാണ്. ജനങ്ങളെ വിഭജിക്കുന്നതിനെതിരെയുള്ള സമരം, ജനങ്ങളെ പോളറൈസ് ചെയ്യുന്നതിനെതിരെയുള്ള സമരം, അതിനുവേണ്ടി അവാസ്തവങ്ങളായ വിവരങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കണിശമായും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനുള്ള സമരം. ഫേക്ക് ന്യൂസ് എന്നുള്ളത് എന്താണ്? ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആണ്. വെറുതെ വാർത്തകളിലെ തെറ്റല്ല ഫേക്ക് ന്യൂസ്, തെറ്റായ വാർത്തകളാണ് ഫേക്ക് ന്യൂസ്. ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആണ്. അത് പൊളിറ്റിക്കൽ അജണ്ടയുടെ ബാഹ്യപത്രമാണ്, അതിനുവേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോ അതിനെതിരെയുള്ള സമരം തീർച്ചയായും അത് തീവ്ര വലതുപക്ഷത്തിന്റെ പൊളിറ്റിക്കൽ അൾട്രാ റൈറ്റിനെതിരെയുള്ള സമരമാണ് സത്യാനന്തര സമരം എന്നത്. അതുകൊണ്ട് തന്നെ അത് സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നടക്കേണ്ട, വളരെ കണിശമായും നടക്കേണ്ട ഒരു പ്രതിരോധ പ്രവർത്തനവുമാണ്, ഒരു സമരവുമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.